നാദാപുരം കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഇസ്മായിൽ മുസ്ലിം ലീഗുകാരനാണെന്നും ഇയാളെ സംരക്ഷിക്കുന്നത് ലീഗാണെന്നും കെപിസിസി അധ്യക്ഷനോട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരാതി പറയുന്നതിന് ദൃശ്യങ്ങൾ പ്രചരിക്കുന്നു. 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വെട്ടേറ്റിട്ടും പാർട്ടി തിരിഞ്ഞു നോക്കിയില്ലെന്ന പരാതിയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സുധീരനോട് പങ്കുവയ്ക്കുന്നുണ്ട്. നാദാപുരത്ത് ലീഗുകാരുടെ തനിനിറം യൂത്ത് കോൺഗ്രസുകാർ സുധീരനോട് വിവരിക്കുന്നുവെന്ന പേരിലാണ് ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. വെള്ളൂരിൽ CPIM വളരുന്നതിനാൽ അവരിലൊരാളെ തട്ടുമെന്ന് ഇസ്മയിൽ നേരത്തെ ഭീഷണിപ്പെടുത്തിയതായാണ് യൂത്ത് കോൺഗ്രസുകാർ സുധീരനോട് പറയുന്നത്. ഇസ്മയിലിനെ സംരക്ഷിക്കുന്നത് ലീഗാണെന്ന് സംഭവത്തിൽ വെട്ടേറ്റ കരുവന്റെവിടെ രാജേഷ് അടക്കമുള്ളവർ സുധീരനോട് വിശദീകരിക്കുന്നുണ്ട്. ഇനിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ തട്ടും. അന്നേരം ഞാൻ ഇവിടെ വന്ന് പീടികയിൽ വന്ന് നമ്മളെ കമ്പനിക്കാരോട് പറഞ്ഞിട്ടോ ഇങ്ങനെ സംഭവമുണ്ട്. സ്റ്റേഷനിൽ പറഞ്ഞു തീർക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞതാണ്, ഞങ്ങൾ കുറെ കാലം ഇങ്ങനെ കളിച്ചതാണ്, ഞങ്ങളൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്, നിങ്ങളുടെ ഭാഗത്തുനിന്ന് കുറച്ച് കളി ഇപ്പം കൂടിയിട്ടുണ്ട്, ഇനിയും നിങ്ങളിങ്ങനെ ഞങ്ങളെക്കുള്ള കളിക്കുകയാണെങ്കിൽ ഞാൻ ഇറങ്ങും, എന്നെ ഒന്നിനെ തട്ടിയിട്ടേ പോകുന്നുള്ള രീതിയിലുള്ള സംസാരം ഈ പ്രതിയായിട്ടുള്ള ഇസ്മായിലിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പാർട്ടി നിലപാടിനെ കുറിച്ചും ഇവർ സുധീരനോട് പരാതിപ്പെടുന്നു. 2 യൂത്ത് കോൺഗ്രസുകാർക്ക് വെട്ടേറ്റിട്ടും പാർട്ടി ഒരു പ്രസ്താവന പോലും ഇറക്കിയില്ല. പ്രശ്നത്തില് ഇപ്പൊ CPM ലീഗ് ആണെങ്കിൽ ഓക്കെ, നമ്മൾ അതിന്റെ അത്ര ഇടപെടേണ്ട ആവശ്യമില്ല. 2 യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ മൃഗീയമായിട്ട് വെട്ടിയും കുത്തിയും പരിക്കേൽപ്പിച്ചിട്ട് പാർട്ടി അതിന് വേണ്ടിയിട്ട് ഒരു ശബ്ദം ഒരു സ്ഥലത്ത് പോലും ഒരു പ്രസ്താവനയിൽ പോലും ഇറക്കിയില്ലെന്നുള്ള വളരെ ഖേദകരം. DCC പ്രസിഡന്റ് KC അബുവും KPCC ജനറൽ സെക്രട്ടറി T സിദ്ദീഖും പ്രവർത്തകർ ലീഗിനെതിരെ പരാതി പറയുമ്പോൾ സുധീരനൊപ്പം ഉണ്ടായിരുന്നു. ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയുമാണ് മൊബൈലിൽ ചിത്രീകരിച്ച വീഡിയോ പ്രചരിക്കുന്നത്. റിപ്പോർട്ടർ, കോഴിക്കോട്.